എൻ്റെ അടുത്ത് ഈ സിനിമ എൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം കുറച്ച് പേര് ചേർന്ന് എടുക്കുന്ന ഒരു സിനിമയാണ്, അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർ ചേർന്ന് ചെയ്യുന്ന സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം യൂഷ്വലി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എന്തായിരിക്കും, സാറിന് പോലെ ചെറിയ സിനിമയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സ്ക്രിപ്റ്റ് അയച്ചു തരാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ച് ആദ്യത്തെ ഒരു 3 സീൻ വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. കാരണം എഡിറ്റിങ്ങിന് ആദ്യത്തെ 3 സീനിൽ തന്നെ സിനിമ കാണുമ്പോൾ അറിയാം, ആദ്യത്തെ 3 സീൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീനാണ്, പ്രേക്ഷകരെ പിടിച്ചിരുത്തും. ആ 3 സീനിൽ തന്നെ എഡിറ്റിങ്ങിന് ഒരു പാറ്റേൺ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അടുത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, ഇത് ഷൂട്ട് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ, ആരായിരിക്കും DOP? അപ്പം ഞാൻ പിന്നെ ഡയറക്ടറിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര, പടത്തിന് വേണ്ടി ബഡ്ജറ്റ് ഇട്ടേക്കുന്നത് എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊരു ബഡ്ജറ്റ് പറഞ്ഞു. അപ്പം ആക്ടേഴ്സ്, മെയിനായിട്ടുള്ള ലീഡ് ആക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ബഡ്ജറ്റിൽ ചിലപ്പോൾ നല്ലതായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ DOP ചീഫ് ആരൊക്കെയാണ് എല്ലാം തിരക്കിയപ്പോൾ DOP എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞ DOP ക്യാമറമാനാണ്. പുള്ളി നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചീഫ് അസോസിയേറ്റ് റിജിൽ എന്ന് പറയുന്ന കശ്യമ്പണപ്പിള്ള മുതൽ കുറേ സിനിമകൾ വർക്ക് ചെയ്തതാണ്. അപ്പം നല്ലൊരു ടെക്നിക്കൽ ടീം അതിൻ്റെ ബാക്കിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 2 സിനിമയിലെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് മ്യൂസിക്കലിയാണ് ഒരു ഫസ്റ്റ് സിനിമയുടെ തുടക്കം മുതൽ ഇതിനെ ആ മ്യൂസിക് കൊണ്ടുപോകുന്നല്ല, ഈ 2 സിനിമയുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ യൂസ് ചെയ്തിട്ട് ആ ഒരു പാറ്റേണിൽ, അതായത് മ്യൂസിക്കും എഡിറ്റും കൂടെ സിങ്കായി വരുന്ന ഒരു പാറ്റേണിലാണ് ഫുള്ള് പടം എഡിറ്റ് ചെയ്തത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട്. എന്നിട്ട് സാൻഡി അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഈ മ്യൂസിക് ഞാൻ റെഫറൻസ് ഇട്ട മ്യൂസിക്കാണ്, പക്ഷേ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് പലതും ഞാൻ ചാവേറിനും ഇതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാൻഡി അത് വെച്ച് വേറൊരു പാറ്റേണിൽ പിടിച്ചു. പിന്നെ ഈ സിനിമയുടെ അടുത്തൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ട ഒരു മ്യൂസിക്കൽ പോർഷൻ തന്നെ ഉണ്ട്. അതായത് ഒരു സിനിമ തീരുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പേ തുടങ്ങുന്ന മ്യൂസിക് അതിങ്ങനെ കയറി സിനിമയുടെ എൻഡിലാണ്, ക്ലൈമാക്സിന് ഒരു 1 മിനിറ്റ് മുമ്പാണ് അവസാനിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലസ് ഇതിൻ്റെ സൗണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.